സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം സാർ, തമിഴ്നാട്ടിൽ വിജയ് ശരിക്കും ഒരു ചിഹ്ന ദളപതിയല്ല, ദളപതിയായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. ജെൻസി തെരഞ്ഞെടുത്തു, മുതിർന്നവർ അംഗീകരിച്ചു. സർ, സമൂലമായ കുറേയധികം മാറ്റങ്ങളുമായി വിജയ് തുടങ്ങുകയാണ്. ഇന്ന് സാറ് കേട്ട ചില വാർത്തകൾ, അതിന്റെ തുടക്കമായിട്ടുള്ള ചില വാർത്തകളുണ്ട്, അത് താങ്കൾ പറയണം. കൂടാതെ AIDMKയിൽ നിന്നൊരു വൻ പിളർപ്പ് വിജയ്ക്കൊപ്പം പോകാൻ പോകുന്നു, അല്ലെങ്കിൽ പോയി എന്ന വാർത്തകളും വരുന്നുണ്ട്. സർ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് തമിഴ് വെട്രി ഘടകം സമൂലമായ മാറ്റം നടത്തുമെന്ന് ഈ തുടക്കം കണ്ടതിൽ നിന്ന് താങ്കൾക്ക് പറയാൻ കഴിയും? അയ്യപ്പദാസ് വിജയ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ എന്റെ പേര് അങ്ങനല്ല, എന്റെ പേര് ജോസഫ് വിജയ് എന്നാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അങ്ങനെയാണ് അറിഞ്ഞത്, അല്ലേ? നമ്മളൊക്കെ അങ്ങനെ ഇത്രയും കാലം അറിഞ്ഞുകൊണ്ടിരുന്നത് വിജയ്. നമ്മളാരും അങ്ങനെ അന്വേഷിച്ചിട്ട് ഈ രാഷ്ട്രീയ സിനിമാ നടന്റെ ജാതി എന്തോ മതം എന്താണെന്നും സാധാരണക്കാരൊന്നും അന്വേഷിച്ചിരുന്നില്ല. മലയാളത്തിൽ ഒരു സംവിധാനം കമൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നല്ല ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കമാലുദ്ദീൻ എന്നാണെന്നുള്ളത് പിന്നീട് ചലച്ചിത്ര അക്കാദമിയുടെ ഒക്കെ ഭാരവാഹിത്വത്തിലേക്ക് വന്നപ്പോഴാണെന്ന് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന പേരുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെ വിശേഷിപ്പിക്കുന്നത് വേറെ വാക്കുകൊണ്ടാണ്, ഞാനതൊന്നും പറയുന്നില്ല. അപ്പൊ നോമിനേഷൻ ഇലക്ഷൻ സമയത്താണ് വിജയ് പെട്ടെന്ന് ജോസഫ് വിജയ് ആകുന്നത്. അത് തമിഴ്നാടിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഞാനത് പറയാം എന്താണെന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ വിജയ് ത്രികോണ മത്സരമായിരുന്നു. ത്രികോണ മത്സരത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. പക്ഷെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് വിജയുടെ പാർട്ടി ഈ വിജയ് ഞാനത് ജോസഫ് ചേർക്കുന്നില്ല കേട്ടോ. അയ്യപ്പദാസ് പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞപ്പോ ഒരു ഭാഷയിലങ്ങ് പോവാണ്. വിജയുടെ പാർട്ടിക്ക് 108 സീറ്റ് കിട്ടി. പക്ഷെ ഭരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സീറ്റ് അദ്ദേഹം തൃശ്ശിനാപ്പള്ളി സീറ്റ് രാജിവെക്കുകയാണ്. ഇപ്പോഴും രാജിവെച്ച ശേഷം ബാക്കി 107 സീറ്റേ ഉള്ളൂ. ബാക്കി 11 പേരുടെ പിന്തുണ വേണം. 11 പേരുടെ പിന്തുണയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് DMK ഇതിനെ പുലർത്താനൊക്കെ ആയിട്ട് ശ്രമമൊക്കെ നോക്കി. അല്ലെങ്കിൽ ADMKയുമായിട്ട് നമ്മൾ വളരെ ആജന്മശത്രുവിനെ കൂട്ടുപിടിച്ചിട്ട് ഭരണം പറ്റുമോ എന്നുള്ള ശ്രമം നോക്കി. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടന്നു. അപ്പൊ അതിനിടയിൽ പെട്ടെന്ന് കോൺഗ്രസ് ആണ് അതിനകത്ത് ഇടപെട്ടത്. കോൺഗ്രസ് പെട്ടെന്ന് ഇടപെട്ട് 5 പേരുടെ പിന്തുണ അവർക്ക് കൊടുത്തു. CPM-ഉം CPI-യും ആദ്യം അറച്ചു നിന്ന് മുസ്ലിം ലീഗും സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ഒരു ചെറിയ കക്ഷിയുടെ സപ്പോർട്ട് കൊണ്ടാണ് അദ്ദേഹം 121 പേരുടെ പിന്തുണയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്തത്. തമിഴ്നാട്ടിലെപ്പോഴും അധികാരം ഈ പറഞ്ഞ ഇതുപോലെയാണല്ലോ. അധികാരം നമ്മൾ ഇത്രയും പൈസ മുടക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി MLA ആയിട്ട് എണീറ്റ് വീട്ടിൽ പോയിരിക്കാൻ ഒരു നേതാവും തയ്യാറല്ല. അതുകൊണ്ട് എടപ്പാടിയുടെ നേതൃത്വത്തിലുള്ള ADMK പിളരുമെന്നുള്ളത് ഏതാണ്ടൊക്കെ ഒരു ഉറപ്പായ കാര്യമായിരുന്നു. അതിനകത്ത് ആകെ കുഴപ്പം പറ്റിക്കിടന്നത് BJP-ക്കായിരുന്നു. BJP അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ പോയി. അന്ന് അണ്ണാമലൈ IPS വളരെ ബുദ്ധിമാനായ അദ്ദേഹം, അതിബുദ്ധിമാനായ അദ്ദേഹം അവർക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ടാക്കാൻ നോക്കിയതാണ് തമിഴ്നാട്. പക്ഷേ എന്തൊക്കെയോ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഈ പറയുന്ന എടപ്പാടിയെ പോലെയുള്ള ആളുകളുടെ അഡ്വൈസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അതിനെ അകറ്റി എടപ്പാടി BJP സഖ്യത്തിനെതിരെ ഒരുപാട് പ്രചരണങ്ങൾ നടന്നു. അപ്പൊ അതുകൊണ്ട് കണ്ടില്ല. പക്ഷേ അവസാനം മത്സരിച്ച് അവസാനം കിട്ടിയത് എന്തുവാ? ഒരു സീറ്റാണ് BJP-ക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയത്. ഒരേ ഒരു സീറ്റാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നലെ എടപ്പാടി കൃത്യമായിട്ട് പറന്നു കഴിഞ്ഞു. 46 അല്ലെ 47 പേര് 46 പേരാണെന്ന് തോന്നുന്നു. അതില് ഒന്ന് BJP പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ 38 പേരും വേലുച്ചാമി എന്ന് പറയുന്ന ഒരു റിബലുണ്ടായിരുന്നു. അവരുടെ ശക്തനാണ് അദ്ദേഹം. വേലുച്ചാമി 36 പേരെയും കൊണ്ടങ്ങ് പോയി. ഇപ്പൊ എടപ്പാടിയിലൂടെ 11 പേരോ 11 പേരേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ പളനിസ്വാമിക്ക് ഒരു ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം 50% ആളുകളെ പിളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് കൂറുമാറ്റ നിരോധനവും പറയുന്നുണ്ട്. അപ്പൊ വിജയിയുടെ ഭരണം തമിഴ്നാട്ടിൽ സ്റ്റേബിളായി. അതാണ് ഇതിനകത്ത് നമ്മൾ ആത്യന്തികമായിട്ട് വായിച്ചത്. ഇനിയും ആ ഒരു ഭീഷണിയുമില്ല. സ്റ്റാലിൻ അല്ലെങ്കിൽ തന്നെ കരയ്ക്ക് കയറി. കാരണം അദ്ദേഹം തോറ്റ് വീട്ടിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. മകനൊക്കെ തമിഴ്നാട്ടിൽ വലിയ ബന്ധങ്ങളും പറഞ്ഞിട്ട് ഈ സ്റ്റാലിനെ പോലെയുള്ള ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളൊന്നും അല്ല അദ്ദേഹം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള അത് പിന്നെ ദ്രാവിഡിയൻ കക്ഷികളുടെ എല്ലാം പൊതു സ്വഭാവമാണ്. ഹൈന്ദവ ധർമ്മങ്ങൾക്കെതിരെ ഭരണം നടത്തുക എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞില്ലേ, ഭരണം ഏതാണ്ട് സ്റ്റേബിളായിട്ട് മാറുമെന്ന രീതിയിലേക്കാണ് പോകുന്നത്. അത് ഉറപ്പാണ്. പക്ഷേ അത് എത്ര നാൾ എന്നുള്ളതാണ്. അത് അവരുടെ പോളിസി നയങ്ങളെ ആശ്രയിച്ചിരിക്കും. അതാണ് അയ്യപ്പദാസ് ആദ്യം സൂചിപ്പിച്ചത്. വളരെ ജനകീയമായി ചില പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടത്തിയത്. ആദ്യത്തെ ദിവസം തന്നെ സത്യപ്രതിജ്ഞ തന്നെ വളരെ നാടകീയമായിരുന്നു.
ഗവർണർ പോലും അദ്ദേഹം ഗവർണർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വാചകങ്ങൾ അദ്ദേഹം പിന്നെ എഴുതി കൊടുത്തിരിക്കുന്ന പേപ്പറിൽ നോക്കി വേണം വായിക്കാൻ. പക്ഷെ വിജയ് അത് കാണാതെ പറഞ്ഞു കളഞ്ഞല്ലേ, കാണാതെ അതെ, വിജയ് പറഞ്ഞു ഒരു ഗവർണർ സിനിമാ ഡയലോഗ് അഡ്വൈസ് പറയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. വൈകാരികമായിട്ടാണ് സാർ സംസാരിച്ചത്. ഒരു സിനിമാ ഡയലോഗ് പഠിച്ച്, ഒരു പേജ് ഡയലോഗ് കാണാതെ പഠിച്ച് പറയുന്ന നടന്മാരൊക്കെയാണ് ഇവരൊക്കെ, വളരെ ടാലന്റഡ് ആണല്ലോ. അതുപോലെ ആ ഡയലോഗ് അദ്ദേഹം കാണാതെ പഠിച്ച് പറയുന്ന പോലെയാണ്, വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ സാർ, വെറും വൈകാരികതയാണോ? അതായത് നമുക്ക് വേണ്ടത് സാറ് തന്നെ ഈ പറഞ്ഞ AIDMK പിളർന്ന് ഇപ്പോ വിജയ്ക്കൊപ്പം പോകുമ്പോൾ ഒരു ചെറിയ സംശയം സാറ് പറയുന്നുണ്ട്. അതായത് സാറ് പറയുന്ന പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ പറയുന്നത്, ഈ തുടക്കം പോലെ തന്നെ മുന്നോട്ട് പോകാൻ തമിഴ്നാട് രാഷ്ട്രീയം മാറി നിന്ന് വീക്ഷിച്ചിട്ടുള്ള സാറിനെ പോലുള്ളവർ, താങ്കളെ പോലുള്ളവർ പറയുന്നു, ഇത് പോകാൻ കഴിയുമോ? കാരണം അത്രത്തോളം കലുഷിതമാണ് തമിഴ്നാട് രാഷ്ട്രീയം. സർ, വളരെ ചുരുക്കി എന്ന് പറയാമോ? അതായത് ഇനി അങ്ങോട്ട് സ്മൂത്തായി ഇന്ന് തുടങ്ങി വെച്ച ചില പ്രക്രിയകളുണ്ട് മദ്യശാലകളുടെയൊക്കെ, അതുകൂടെ ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒന്ന് ചുരുക്കി ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ, 10 സമയക്കുറവ് ലക്ഷം മൂലം. കോടി രൂപയുടെ കടമെന്നല്ലേ 10 ലക്ഷം അതെ സാർ, തവളപത്രം അതെ, വരികയാണ്. 10 ലക്ഷം കോടി രൂപയുടെ കടം സംസ്ഥാനത്തിനുണ്ടെന്ന് വിജയ് തന്നെ സമ്മതിക്കുന്നു. അതിന് തീർച്ചയായിട്ടും മദ്യശാല നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ കേരള സർക്കാരിന്റെ പോലെ തന്നെ അവർക്ക് വലിയ വരുമാനമായിരുന്നു മദ്യശാല എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ. അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തുവരെ വ്യാജക്കള്ള മദ്യം അല്ലെ, ചാരായമൊക്കെ വ്യാപിക്കും, തുച്ഛമായ തുകയ്ക്ക് കിട്ടുന്നു. അപ്പൊ ചിലപ്പോൾ വിളിക്കാൻ തേച്ചത് പണ്ടായി പോകുന്ന അനുഭവം വരും. കയ്യടി കിട്ടാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഇന്നലെ പ്രഖ്യാപിച്ച സിംഗപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. അദ്ദേഹത്തിന്റെ പഴയ ഒരു പാട്ടൊക്കെയാണല്ലോ സിംഗപ്പെണ്ണ എന്നൊക്കെ പറഞ്ഞു. അതെ അതെ ഇതിനോടൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ജനപ്രിയമായ പരിപാടികളൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതൊക്കെ കൊള്ളാതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വരുമാനം കൂടെ ആലോചിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അവിടെ ഒരു ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്, അതാണ് ജോസഫ് വിജയ് എന്ന് അദ്ദേഹം എടുത്തു പറയാൻ കാരണവും എന്തിന് പിന്നെ നമ്മളിതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെയാണ് ഇദ്ദേഹം ഇവോൾവ് ചെയ്ത് വന്നതെന്നുള്ളത്. അതെന്ന് പറയുന്നത് ജോൺ ആരോഗ്യസ്വാമി എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ കൺസൾട്ടന്റ്. 3 വർഷമായിട്ട് വിജയ്ക്ക് വേണ്ടി കൺസൾട്ടൻസി നടത്തുന്നത് ജോൺ ആരോഗ്യസ്വാമിയാണ്. അയാള് ബൈബിളിലാണ് അദ്ദേഹത്തിന്റെ അർത്ഥവാക്യം എന്ന് പറയുന്നത്. എല്ലാം ബൈബിളിൽ പിന്നെ വിട്ടൊരു കളിയില്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ആളാണ്, വിശ്വാസിയാണ്. പക്ഷെ അതിന് കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. വിജയ്ക്ക് വേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തത് ഈ ആരോഗ്യസ്വാമിയുടെ അഡ്വൈസാണ്. ആരോഗ്യസ്വാമിയാണ് രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യണം, വിജയ് പഠിക്കണം, പിന്നെ എങ്ങനെ ഏത് രീതി പഠിച്ച് പ്രാക്ടിക്കലാക്കണമെന്ന് പറഞ്ഞത്. ഭൂരിപക്ഷ ഹിന്ദു സമുദായമുള്ള സംസ്ഥാനമാണെന്ന് ആലോചിക്കണം, അല്ലേ? സനാതന ധർമ്മത്തെ എതിർക്കുന്ന 2 വലിയ പിന്നെ ദ്രാവിഡ കക്ഷികൾ പിന്നെ തമിഴ്നാട്ടിലുണ്ടെന്നുള്ളത് ആലോചിക്കണം. അതിന്റെ ഇടയിൽ കൂടാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് വർക്ക് ചെയ്തത്. പക്ഷേ ചില കോസ്റ്റൽ ഏരിയയിലും തീരപ്രദേശങ്ങളൊക്കെ തിരുച്ചെന്തൂർ വന്നില്ലേ, തിരുച്ചെന്തൂർ ചെന്നപ്പോ വിജയ് എന്താണ് പറഞ്ഞത്? ഞാനൊരു ഹിന്ദുവാണെന്ന് ഡിക്ലറേഷൻ കൊടുത്തു മറ്റാണ് വാർത്തകൾ കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഒരു പക്ഷെങ്കിൽ അവിടെ എന്താണ് പേരെഴുതി കൊടുത്തത് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മിക്സഡ് കൾച്ചർ ഇതിലേക്ക് വരികയാണ് അവിടെ. അപ്പൊ ഇതിനെ രണ്ടിനെ സംയോജിപ്പിച്ചു കൊണ്ടുപോകണം. അത് ജോസഫ് വിജയ് എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണ്. മറ്റവരെ ഇപ്പൊ പറഞ്ഞല്ലോ, DMKയുടെ എന്ന് പറഞ്ഞാൽ ദ്രാവിഡന്മാരെ മൊത്തത്തിലാണെന്ന് കാണുന്നത്. ഇതൊരു വ്യക്തി കേന്ദ്രീകരിച്ചാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അപ്പൊ അവരുടെ നയങ്ങളും കാര്യങ്ങൾക്കും ഒക്കെ വിജയ്ക്ക് വലിയ ഉത്തരവാദിത്തം വരും അതിനകത്ത്. മറ്റേ ഒരു മുന്നണിയെ ആണൊക്കെ പടികേൾക്കുന്നതെങ്കിൽ ഇത്തരം വിജയ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു താല്പര്യം കൂടെ അതിനകത്തിൽ ഉണ്ടാകും എന്ന് ആരോപണം വരും. അപ്പൊ അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇപ്പൊ ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയാണ്. കാരണം ഛത്തീസ്ഗഡിൽ നിന്ന് ഇവരെല്ലാം പിന്നെ മാവോയിസ്റ്റുകളെ മുഴുവൻ അമിത്ഷാ പുറത്താക്കിയല്ലോ. അപ്പൊ ഛത്തീസ്ഗഡിന്റെ ഉൾവനങ്ങളിലേക്കൊക്കെ ഇപ്പൊ സുഖമായിട്ട് മറ്റാളുകൾക്ക്, സന്നദ്ധ പ്രവർത്തകർക്കും പോലീസിനും പട്ടാളത്തിനും ഒക്കെ കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട്. പക്ഷേ സാർ, ഞാൻ ഇടയ്ക്ക് ഇടപെടുകയാണ് സാർ. അതായത് അങ്ങനെ സാർ പറയുന്ന രീതിയിൽ ഒരു BJPയുടെ ഒരു 3ാം കണ്ണ് എന്തു വന്നാലും തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന കാര്യം ഉറപ്പല്ലേ? അപ്പൊ പിന്നെ ഈ പറയുന്ന മതപരിവർത്തനം എന്നല്ല, വിജയ്ക്ക് ഒരു കാൽ മുന്നോട്ട് വെക്കണമെങ്കിൽ പോലും BJPയെ ഒരു വേള ഭയക്കാതെ ഏത് കാര്യവും ചെയ്യാൻ കഴിയും. കാര്യം അണ്ണാമലയെ പോലെ ഒരു വലിയ ആളിനെ അവിടെ ഇറക്കിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മറിച്ച് ഇനി അങ്ങോട്ട് വിജയ് എന്ന് പറയുന്ന പ്രാദേശികമായ ഒരു നേതാവ് ഒരു വിളനിലം ഉണ്ടാക്കി വെക്കുമ്പോൾ അതിലേക്ക് തങ്ങളുടെ വിത്ത് പാകാൻ BJP വരുന്നില്ല എന്ന് കരുതേണ്ടതുണ്ടോ സാർ? അപ്പോ അങ്ങനെ അങ്ങൊരു പറയൂ സാർ. യുവദാസേ, ഇപ്പൊ ഭൂരിപക്ഷെങ്കിലും വിജയുടെ ഞാനെന്താ പറഞ്ഞ ഇതിന് റിസ്ക് സൂചിപ്പിക്കുന്ന ഭൂരിപക്ഷം മാത്രമല്ല. വിജയ് ഇനി ഈ അടുത്ത മാസമാണ് കരൂർ ആക്സിഡന്റിൽ 40 അദ്ദേഹത്തിനെ കാണാൻ വന്ന ആരാധകന്മാര് ഓർക്കുന്നില്ലേ, 41 പേരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട CBI അന്വേഷണമാണ്. 3 തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അടുത്ത മാസം വീണ്ടും കേസെടുക്കുന്നുണ്ട്. അദ്ദേഹം പ്രതിയാണ്. 3 തവണ ഡൽഹിയിലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI അന്വേഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ചെല്ലുകയാണ്. ഇപ്പൊ ജൂൺ മാസത്തിൽ കേസെടുക്കുന്നു. ചെന്ന് കഴിഞ്ഞാൽ വിജയ് പ്രതിയാണ്. അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും?
തെളിവുണ്ടെങ്കിൽ CBI അറസ്റ്റ് ചെയ്യും, അല്ലെ? CBI പക്ഷെ അദ്ദേഹത്തിനെതിരെ അത്തരത്തിൽ ഒരു പ്രഥമ ദൃഷ്ടിയ അദ്ദേഹം കാരണമാണ് മരണപ്പെട്ടെന്നുള്ള തെളിവൊന്നും ഇതുവരെ ഇല്ലല്ലോ. കാരണം അദ്ദേഹം വിളിച്ചുകൂട്ടിയ ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ അണികൾ നിയന്ത്രണമില്ലാതെ, അതും തമിഴ്നാട്ടിലെ ഒരു വല്ലാത്ത ഭ്രാന്തമായ, അദ്ദേഹം ഒരു സിനിമാ താരമാണല്ലോ, ആ ഭ്രാന്തമായ ആവേശത്തിൽ പറ്റിപ്പോയതായിരിക്കില്ലേ? അതിപ്പോ ഞാൻ പറഞ്ഞത് അദ്ദേഹമല്ല ഈ ആൾക്കൂട്ടത്തിന്റെ മരണത്തിന് കാരണം വിജയ് എന്നുള്ളതല്ല. എന്തിനാണ് അവിടെ അത്രയും വലിയ ആളുകൾ തടിച്ചു കൂടിയത്? അവര് തന്നെ പറയുന്നു, സാധാരണഗതിയിൽ ആ സ്റ്റേഡിയത്തിന് ആ ഭാഗത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആളുകൾ അവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെ തടയേണ്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു? പോലീസിനായിരുന്നു, സംസ്ഥാന പോലീസിനായിരുന്നു എന്ന് പറയുന്നു. സ്റ്റാലിൻ പറയുന്നത് അങ്ങനെയല്ല. DMK-യുടെ സർക്കാരായിരുന്നു, അവരെ തടയേണ്ടതാണ് പറയുന്നത്. പക്ഷേ പോലീസിനെ ഇപ്പൊ നമുക്ക് ഇത്തരം കേസുകളിൽ പറഞ്ഞില്ലേ, അവർക്കൊരു ഭാഗികമായ ഉത്തരവാദിത്തം അത്തരം കാര്യങ്ങൾ വരികയുള്ളൂ. അല്ലെങ്കിൽ അന്വേഷണം വന്നു കഴിയുമ്പോൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു വ്യക്തി എന്ന് പറഞ്ഞ് ശാസിക്കാനൊക്കത്തില്ല. പക്ഷെ ഈ സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം ഇത് വിജയ് അത് കണക്കാക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. വേറെ ആരാ കണക്കാക്കേണ്ടത്? ഓടി വരുന്ന ഏതായാലും സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. അപ്പോ സാറ് കരുതുന്നത് BJP ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വിജയെ പേടിപ്പെടുത്തും എന്നാണോ? അല്ല, സാധ്യതയുണ്ട്. CBI 3 തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 4ാം തവണ ചിലപ്പോൾ അടുത്ത മാസം കേസെടുക്കുകയാണെങ്കിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും. കേജ്രിവാൾ അകത്ത് പോയില്ലേ? ഏതായാലും സാർ, ഞാൻ സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. അപ്പോൾ സാറ് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ വിജയുടെ സ്റ്റെപ്പുകൾ ഓരോന്ന്, ഈ ഭരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഒരു 3ാം കണ്ണ് BJP-യുടെ ഉണ്ടാകും എന്ന് തന്നെയാണോ സാർ പറയുന്നത്? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഒരു സംശയവുമില്ല. കാരണം ഈ കേസ് വലിയ ഗുരുതരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കേസ് വളരെ ഗുരുതരമാണ്. 41 പേര് മരിച്ച കേസാണ്. അദ്ദേഹത്തിന് ഭാഗികമായിട്ട് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിന് അതിനകത്ത് കൃത്യമായ ഒരു റോളോ ഫിക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിലും CBI അങ്ങനെ കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? അവരാണല്ലോ അന്വേഷിക്കുന്നത്. ഇന്ത്യയിലെ പ്രീമിയം. ഏതായാലും സാർ നമുക്ക് കാത്തിരിക്കാം ഇത്തരത്തിൽ എന്താണ് BJP-യുടെ മൂവ്മെന്റ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ചെയ്യുന്ന ഓരോ നടപടികളും എത്ര കണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? വെറും ആരംഭ ശൂരത്വമാണോ, അതോ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ല് പറയുന്ന പോലെ ആണോ, അതോ ഇനി എന്തായി തീരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തുടർന്ന് മറ്റു വിഷയങ്ങളുമായി നാം ബന്ധപ്പെടുന്നതാണ്. നന്ദി. താങ്ക് യു സാർ.